നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ സുപ്രഭാതം എല്ലാവരെയും അറിയിക്കുന്നു. ഇന്ന് രാവിലെ ഒരു സ്പെഷ്യൽ തോരനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കാബേജ് ഒടിച്ചതിന് ശേഷം നമ്മൾ ആ തണ്ട് അവിടെ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. തണ്ടിലൂടെ വീണ്ടും കിളിച്ച് പുതിയ കാബേജിൻ്റെ രണ്ട് ഇലകളുണ്ടായിട്ടുണ്ട്. ഇനി കാബേജ് ആകാനല്ല നിർത്തിയിരിക്കുന്നത്, അതിനെ നമ്മളിങ്ങനെ പിച്ചിയെടുത്ത് ഇതാ സമൂലം അരിഞ്ഞ് നമുക്ക് തോരൻ വെക്കാം. കണ്ടോ, തളിർത്ത ഇല മുഴുവൻ നമുക്കെടുത്ത് തോരൻ വെക്കാം. കണ്ടേ, ആ തണ്ടാണ് ഇവിടെ നിന്നത്. കാബേജ് എടുത്തതിന് ശേഷമുള്ള തണ്ടാണ്. അതിന് മുഴുവൻ ഇലകളും കിളിച്ച് വന്ന മുഴുവൻ ഇലകളും നമ്മളെടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് അരിഞ്ഞ് തോരൻ ഉണ്ടാക്കാം. അതിനോടൊപ്പം 2-3 ചീരകളും കൂടെ ഇവിടെ നിൽപ്പുണ്ട്, അതും എടുക്കണം. പിന്നെ അത്യാവശ്യം പച്ചമുളകും. ഇപ്പോൾ കാബേജ് എടുത്തു കഴിഞ്ഞാൽ ആരും തണ്ട് ആ മൂട് അവിടെ നിന്ന് ഒഴിവാക്കരുത്. അപ്പോൾ ഇത്രയും ഇലകൾ നമുക്കതിനകത്തുനിന്ന് കിട്ടും. ഇനി നിൽക്കുന്ന 2-3 ചീരകളും കൂടെ എടുക്കാം. ചീര എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. കണ്ടൊരു മൂട് ചീര എടുത്തതിൻ്റെ കണ്ടോ കുറ്റികളാണ് ഇവിടെ നിന്നത്. അതിൽ നിന്ന് പൊട്ടി വന്ന ചീരകളാണിത്. കൂടെ ഒരു ക്യാരറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇതാ. ഒരു തണ്ട് കുറച്ച് നിർത്തി മുറിച്ചെടുക്കുന്നത് കൊണ്ട് വീണ്ടും നമുക്കതിനകത്തുനിന്ന് പൊട്ടിക്കിളിച്ച ചീരകളുണ്ടാകും. അപ്പോൾ ഒറ്റത്തവണ മാത്രമായിട്ട് അത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അവിടെ നിർത്തിയാൽ നമുക്ക് ഇതുപോലെ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. വേണ്ട, മറ്റൊരു സുന്ദരം നിൽക്കുന്ന വേണ്ട വയലറ്റ് ക്യാബേജ്. സമയം ഇച്ചിരി അതിക്രമിച്ചു. നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം. നന്ദി.